വേദിയിൽ വെച്ചിട്ട് ഇപ്പോൾ സുചിത്ര ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സുചിത്ര പറയുന്നത് കേട്ടു. ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പോൾ പറയേണ്ടതല്ലേ എന്ന്. ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് പറയേണ്ടതെന്ന് ആലോചിക്കണം. 10, 12, 15 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടിമാർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുത്ത ഒരു നാടാണിത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കാലം നിശബ്ദരായിരുന്നത് ഹേമ കമ്മീഷൻ വരുന്ന സമയത്ത് മലയാള സിനിമയിൽ നിലവിലില്ല പുള്ളി. മലയാള സിനിമയിൽ പുള്ളി ഒരു സിനിമയും ചെയ്യുന്നില്ല. ഈ പുള്ളിക്ക് ഇപ്പോൾ ആകെ ഉള്ളത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സാധനമാണ്. പുള്ളി അതിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വെച്ചു. പുള്ളി അന്ന് പറഞ്ഞ സാധനങ്ങൾ ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കഥയില്ല എന്നാണ്, കാമ്പില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് പുള്ളി അന്ന് സംസാരിച്ചത്. പക്ഷെ പുള്ളി ഇന്ന് സംസാരിക്കുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അഖിൽമാരാരാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ അഖിൽമാരെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്. അതുകൊണ്ട് മാത്രമല്ല, പുള്ളിയുടെ സംസാര ശൈലി, സംസാര രീതി, അദ്ദേഹത്തിന് ഏത് കാര്യത്തിനെ സമീപിക്കുന്ന ഒരു രീതിയൊക്കെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹത്തെ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിൽ നമ്മൾ കണ്ടുപിടിച്ചൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമാ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സിനിമാ താരങ്ങൾക്കൊപ്പം, സംവിധായകർക്കൊപ്പം, അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കൊപ്പം, അതായത് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊപ്പമാണ് ഇദ്ദേഹം വെള്ളക്കൊടി കാട്ടുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെങ്കിലും അവരെ എതിർത്ത് പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബേസിക്കലി നമ്മുടെ രാഹുൽ ഈശ്വരും ഹണി ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് രാഹുൽ ഈശ്വർ പല വീഡിയോയിൽ വന്നിരുന്നു, പല ചാനൽ ചർച്ചയിൽ വന്നിരുന്നു തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പോലെ തന്നെ ഒരു ചാനൽ ചർച്ച നിങ്ങൾ കണ്ടാൽ മതി. പുള്ളി എല്ലാത്തിലും അതേ സെയിം ഡയലോഗ് പുള്ളി തെറ്റാതെ ഫറാഷിബിൽ ഉൾപ്പെടെ പുള്ളി ഒരു വാക്ക് പോലും, ഒരു നൂലിട പോലും മാറ്റാത്ത അതേ ഡയലോഗുകളാണ് എല്ലാ ചർച്ചയിലും വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന സാധനം, ബോച്ച ചെയ്തത് തെറ്റാണ്, അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, പക്ഷേ അദ്ദേഹത്തോട് ക്ഷമിക്കാമായിരുന്നു, ദ്വയാർത്ഥം പറഞ്ഞത് തെറ്റാണ്, പക്ഷെ അത് പറയാനുണ്ടായ കാരണം ഹണിയുടെ വസ്ത്രധാരണത്തിലെ പിഴവാണ്, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആണുങ്ങളുടെ നോട്ടത്തിൻ്റെ പ്രശ്നമാണ്, അല്ല ആണുങ്ങളുടെ നോട്ടത്തിൻ്റെ പ്രശ്നമല്ലോ, ആണുങ്ങളെ നോക്കിക്കാതിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഈ രാഹുൽ ഈശ്വർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ ഈശ്വറിനെതിരെ ഹണി കേസിന് പോയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. രാഹുൽ ഈശ്വർ അപ്പീലിനും പോയിട്ടുണ്ട്. അപ്പീൽ നിലവിലത്തെ സാഹചര്യം വരെ നടന്നിട്ടില്ല, പക്ഷേ പുള്ളി വീണ്ടും വന്നിരുന്ന് വിഴുകുന്നുണ്ട്. അത് FIR ഇട്ടിട്ടില്ല, അപ്പോൾ ഹണിയുടെ വാദം തെറ്റല്ലേ, ബഹുമാനത്തോടെ ഞാൻ പറയുന്നു, ആദരവോടെ ഞാൻ പറയുന്നു, വലിയ എളിമയോടെ ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇരുന്ന് മെഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിനോട് പൂർണ്ണമായുള്ള എതിർപ്പ് നമ്മുടെ അഖിൽമാരാർ പ്രകടിപ്പിച്ചിരുന്നു. ഈ അഖിൽമാരാർ പ്രകടിപ്പിച്ച എതിർപ്പ് നമുക്ക് കാണാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ് മനസ്സിലുണ്ടല്ലോ, അഖിൽമാരാർ സിനിമാ ലോകമായിട്ട് ബന്ധപ്പെട്ട് അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ അഖിൽമാരാർ സ്വാഭാവികമായിട്ടും ഹണിയെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കത്തുള്ളൂ. ഈ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ കാണണം കേട്ടോ. പുള്ളി സിനിമാ ലോകത്തെ മാത്രം സപ്പോർട്ട് ചെയ്തുള്ളൂ. ആ മൈൻഡ് സെറ്റ് കണ്ടു. എന്നാ കണ്ടു. ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഇപ്പോൾ സുചിത്ര ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സുചിത്ര പറയുന്നത് കേട്ടു. ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പോൾ പറയേണ്ടതല്ലേ എന്ന്. ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് പറയേണ്ടതെന്ന് ആലോചിക്കണം. ഇത് ഏത് കാലത്ത് നിന്നൊന്നാണ് പറയേണ്ടതെന്ന് ആലോചിക്കണം. അതായത് ഹണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ബോച്ച ഇത്തരത്തിലൊരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയപ്പോഴത്തേനും അന്നേരം അവിടെ വെച്ച് സ്പോട്ടിൽ പ്രതികരിച്ചില്ല എന്ന് ഈ സുചിത്ര പറഞ്ഞു. അതിനെയാണ് നമ്മുടെ അഖിലണ്ണൻ പറയുന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ് പറയുന്നതെന്ന് ഓർക്കണം. ബാക്കി നമുക്ക് കേൾക്കാം. 10, 12, 15 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടിമാർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുത്ത ഒരു നാടാണിത്. കാലങ്ങൾക്കിപ്പുറം ഒരു പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി എന്ന് പറയുമ്പോൾ കേസെടുക്കപ്പെട്ട ഒരു നാടാണിത്. കാലങ്ങൾക്കിപ്പുറം ഇത്തരത്തിലൊരു വിഷയത്തിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കേസെടുക്കാൻ തയ്യാറായ ഒരു നാടാണിത്. ബാക്കി നിങ്ങൾ കേട്ടോണം കേട്ടോ. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കാതുകൾ കൂർപ്പിച്ചു വെച്ച് കേട്ടോണം. നിയമം അതിന്റെ വഴിക്കാണ്. അതിന്റെ ശരിതെറ്റുകളെ നമുക്ക് പിന്നീട് വിലയിരുത്താം. ഇനി ഉദ്ഘാടന വേദിയിൽ വെച്ച് ഹണി റോസ് ഒരുപക്ഷെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാകാം എന്ന് കരുതി അവർ പിന്നീട്, അതായത് അയാൾ നിരവധി തവണ നിരന്തരം ആവർത്തിച്ച് സംസാരിക്കുകയാണ്. അത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല, മറ്റർത്ഥങ്ങൾ വെച്ച് സംസാരിക്കുകയാണ്. ദ്വയാർത്ഥം കറഞ്ഞ തമാശകൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഹണി റോസ് എൻ്റെ കൂടെ വന്ന് കിടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുന്നത് ഉറപ്പായും അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ വിഷയം മനസ്സിലാക്കിയെടുത്തോളം എന്നിലേക്ക് എത്തുന്നത്.
അതായത് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അഖിൽമാരുടെ ചാനലിൽ കിടപ്പുണ്ട് ഈ സാധനം. പുള്ളി ഇതിനകത്ത് പറയുന്നത് അന്നേരം ഹണിക്ക് അതൊരു ആസ്വദിച്ചിട്ടുണ്ടാകാം, പിന്നീടൊരു സമയത്ത് പുള്ളിക്കാരിക്ക് അത് നെഗറ്റീവാണെന്ന് തോന്നിയപ്പോഴത്തേനും പുള്ളിക്കാരി പ്രതികരിച്ചു. അത് നല്ല കാര്യമല്ലേ? അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഈ 15 വർഷം മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് കേസെടുത്ത നാടാണിത്, ഏത് കാലത്തിൽ നിന്നിട്ടാണ് ഇവരിത് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ രാഹുൽ ഈശ്വർ എന്ന് അഖിൽമാരാർ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം. ായ്മയും വെച്ചുകൊണ്ട് വെറും ഉന്നയിക്കപ്പെടുന്ന വാക്കുകളാൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കപ്പെടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2010 രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം തീർച്ചയായിട്ടും ഗുരുതരമാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കാലം നിശബ്ദരായിരുന്നത് ഹേമ കമ്മീഷൻ വരുന്ന സമയത്ത് മലയാള സിനിമയിൽ നിലവിലില്ല പുള്ളി. മലയാള സിനിമയിൽ പുള്ളി ഒരു സിനിമയും ചെയ്യുന്നില്ല. ഈ പുള്ളിക്ക് ഇപ്പൊ ആകെ ഉള്ളത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനമാണ്. പുള്ളി അതിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വെച്ചോ, ആ പെൺകുട്ടി നിയമപരമായിട്ട് പരാതിപ്പെടാൻ പോകുന്നില്ല. പിന്നെ മലയാള സിനിമ എന്ത് തിരുത്തലാണ് വരുത്തേണ്ടത്? പുള്ളിക്കോ പടവില്ല. പിന്നെ പുള്ളിയുടെ സെറ്റിൽ എന്തെങ്കിലും നിയന്ത്രണം വരുത്തേണ്ട കാര്യമുണ്ട്? മലയാളം ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പിന്നാലെ തെന്നിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പഴയ പ്രമുഖർക്കും. ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവരാണ് പവർ ഗ്രൂപ്പ്. ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് 1 കോടിയും 2 കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ അവർക്കാണ് പവർ. അല്ലാതെ പഴയ ആൾക്കാർക്ക് പവറില്ല. ഇന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ സിനിമ കാണുന്നതിനെക്കാട്ടും കൂടെ ആൾക്കാർ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ളു കൊടുക്കുന്നുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ. അപ്പം പഴയ ആൾക്കാർ പലരുടെയും പവർ നശിച്ചു പോവുകയും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാർ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേർക്ക് പരാതി ഉണ്ട്, അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. അതായത് പുള്ളി അന്ന് പറഞ്ഞ സാധനങ്ങൾ ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കഥയില്ല എന്നാണ്, കാമ്പില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പുള്ളി അന്ന് സംസാരിച്ചത്. പക്ഷെ പുള്ളി ഇന്ന് സംസാരിക്കുന്നത് ഇന്നലകളിൽ നടന്ന കാര്യങ്ങൾ. പുള്ളിക്കാരിക്ക് ഇന്നാണ് പരാതി കൊടുക്കാൻ തോന്നിയെങ്കിൽ ഇത് പരാതി കൊടുക്കണമെന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും ഒരിടത്തുറച്ച് നിൽക്കേണ്ട അഖിലെണ്ണ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളും കൂടെ ആയിപ്പോയി. ഇതിനകത്ത് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്ത് എന്ത് സംഭവിച്ചോ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട്, അതായത് പുള്ളി ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവിടെ സപ്പോർട്ട് കൊടുക്കുക, ആ സംഭവത്തിൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇവരെ ആ തെറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക, അവരെ ആ തെറ്റ് ചെയ്തെങ്കിൽ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. ഇത്തരത്തിലൊരു സമീപനമാണ് നമ്മുടെ അഖിൽമാരാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ അവർക്ക്, ഇപ്പോൾ ചില ആളുകൾക്ക് സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള പവർ ഉണ്ടാകും, അവർ സ്പോട്ടിൽ പ്രതികരിക്കും. ചില ആളുകൾക്ക് സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റില്ല, അവർ സ്പോട്ടിൽ പ്രതികരിക്കില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓർത്ത് നമ്മുടെ ചെപ്പ നോക്കി ഒരു അടി തന്നു, നമ്മൾ അടി കിട്ടി വീട്ടിൽ വന്നിരുന്നിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ ഇങ്ങനെ മാറിയിട്ട് അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു, അന്നേരം ഇങ്ങനെ ഒഴിഞ്ഞ് മാറിയിട്ട് ഒറ്റ കുത്തുകൊടുത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അതുപോലെ തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത്തരത്തിലൊരു അവഹേളനം ലഭിക്കുമ്പോഴത്തേനും അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പെട്ടെന്ന് മൈൻഡിലോടില്ല. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കും, അങ്ങനെ പ്രതികരിക്കായിരുന്നു, ഇങ്ങനെ പ്രതികരിക്കായിരുന്നു. അത്തരത്തിൽ അവർ തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. എന്താണ് തെറ്റ്? ഇപ്പോൾ ഹേമ കമ്മിറ്റി പിന്നെയും നമുക്ക് വിശ്വസിക്കാം, ഒരു 15 കൊല്ലങ്ങൾക്കപ്പുറമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊരു 4 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് അവർ പ്രതികരിച്ചത്. അവർ പ്രതികരിക്കാനുണ്ടായ മറ്റു കാരണം അദ്ദേഹത്തോട് പേഴ്സണലി പറഞ്ഞതിന് ശേഷം വീണ്ടും അത് തുടർന്നപ്പോൾ അത് സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിട്ടപ്പോൾ അവരെ വീണ്ടും അവഹേളിച്ചുകൊണ്ടിരുന്നപ്പോൾ സഹി കെട്ടിട്ടാണ് പുള്ളിക്കാരി കൊണ്ട് കേസ് കൊടുത്തത്. അപ്പോൾ അഖിൽമാരാറിൻ്റെ ഈ ദ്വയാർത്ഥ നിലപാടുകളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.